നമസ്കാരം. ദേവികുളത്ത് NDA സ്ഥാനാർത്ഥി AS രാജേന്ദ്രൻ മത്സരിക്കും. BJP കേന്ദ്ര ഇലക്ഷൻ കമ്മിറ്റി പുറത്തുവിട്ട 35 പേരുടെ സ്ഥാനാർത്ഥി പട്ടികയിൽ രാജേന്ദ്രനും ഇടം പിടിച്ചിട്ടുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അമീർ ഷായും ഉൾപ്പെടെ പാർട്ടിയുടെ തലപ്പത്തെ ഉന്നത നേതാക്കൾ പങ്കെടുത്ത യോഗത്തിലാണ് സ്ഥാനാർത്ഥി പട്ടിക തയ്യാറാക്കിയത്. അടുത്തിടെ CPMൽ നിന്നും BJPയിലെത്തിയ രാജേന്ദ്രൻ നിലവിൽ പാർട്ടി സംസ്ഥാന കമ്മിറ്റി അംഗമാണ്. ദേവികുളത്ത് രാജേന്ദ്രൻ സ്ഥാനാർത്ഥിയാവുമെന്ന് നേരത്തെ വാർത്തകൾ പ്രചരിച്ചിരുന്നു. എന്നാൽ താൻ മത്സരത്തിനില്ലെന്നായിരുന്നു അന്ന് രാജേന്ദ്രൻ്റെ നിലപാട്. കേന്ദ്ര നേതൃത്വത്തിൻ്റെ ശക്തമായ സമ്മർദ്ദത്തെ തുടർന്നാണ് രാജേന്ദ്രൻ മത്സരിക്കാൻ സന്നദ്ധനായിട്ടുള്ളതെന്നാണ് സൂചന. മുമ്പ് 3 തവണ ദേവികുളത്തു നിന്നും രാജേന്ദ്രൻ നിയമസഭയിൽ എത്തിയിരുന്നു. ഹൈറേഞ്ചിൽ തോട്ടം തൊഴിലാളികൾക്കും തമിഴ് ഭാഷാ സമൂഹങ്ങൾക്കും ഇടയിൽ പ്രവർത്തിച്ചുകൊണ്ട് അവരുടെ സുഖദുഃഖങ്ങളിൽ പങ്കുചേർന്നും അവകാശങ്ങൾക്കായി ശബ്ദമുയർത്തിയും ജനഹൃദയങ്ങളിൽ ഇടം നേടിയ നേതാവാണ് രാജേന്ദ്രൻ. അതുകൊണ്ട് തന്നെ മണ്ഡലത്തിൽ രാജേന്ദ്രന് പരിചയപ്പെടുത്തലിൻ്റെ ആവശ്യമില്ല. BJP A ക്ലാസ് മണ്ഡലങ്ങളുടെ പട്ടികയിൽ ദേവികുളവും ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്നാണ് സൂചന. അതുകൊണ്ട് തന്നെ കേന്ദ്ര നേതൃത്വത്തിൻ്റെ ഇടപെടലിൽ പാർട്ടി എണ്ണയിട്ട യന്ത്രം പോലെ രാജേന്ദ്രന് വേണ്ടി രംഗത്തിറങ്ങുമെന്നാണ് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. രാജേന്ദ്രൻ മത്സരക്കളത്തിൽ ഇറങ്ങുമെന്ന് ഉറപ്പായതോടെ ഇക്കുറി ദേവികുളത്ത് തീപാറും മത്സരം ആയിരിക്കുമെന്ന് ഉറപ്പ്. LDFൽ നിന്നും നിലവിലെ MLA അഡ്വക്കേറ്റ് A രാജ തന്നെ മത്സരിക്കുമെന്നാണ് സൂചന. UDFൽ ചർച്ചകൾ പുരോഗമിക്കുന്നു എന്ന് മാത്രമാണ് ലഭ്യമായ വിവരം. ന്യൂസ് ഡെസ്ക് മറയൂർ വിഷൻ.